എവരിവൺ, അപ്പോൾ എല്ലാവരും നമ്മുടെ ആനുവൽ എക്സാമിന്റെ തയ്യാറെടുപ്പിലായിരിക്കും. അടിപൊളിയായിട്ട് ഓരോ സബ്ജക്റ്റുകളും ഓരോ ടോപ്പിക്കുകളും നിങ്ങളിപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ശരിക്കും എന്താ മിസ് നമ്മുടെ ആനുവൽ എക്സാമിന്റെ ഒരു ഇമ്പോർട്ടൻസ്? ശരിക്കും ആനുവൽ എക്സാമിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം അവരുടെ ഓണപരീക്ഷയോ അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷയോ പോലെ ഒന്നുമല്ല ആനുവൽ എക്സാം. അവരുടെ മൊത്തത്തിലുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും ചിലപ്പോൾ 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കും അല്ലേ, അതിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് വരുന്ന ഒരു എക്സാം തന്നെയാണ് ആനുവൽ എക്സാം എന്ന് പറഞ്ഞാൽ. യെസ്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. അപ്പം 7th സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്കൊരു USS എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. ആ ഒരു എക്സാമിൻ്റെ സിലബസ് എന്നൊക്കെ പറയുന്നത് മെയിനായിട്ട് നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അതേ സബ്ജക്റ്റുകൾ, അതേ കോൺസെപ്റ്റുകളാണ്. അപ്പോൾ ഒരു പടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ നമുക്കിപ്പം നല്ല രീതിയിൽ പഠിക്കുവാണെങ്കിൽ അത് സത്യം പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഓരോ എക്സാമിനും അതൊരു മുതൽക്കൂട്ട് കൂടി ആയിരിക്കും കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു അവർക്കിപ്പം വേണ്ടത് ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ആണ് അല്ലേ? യെസ്. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ഇനി പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി അവർക്ക് വരുന്ന എക്സാമുകളിൽ അവർ ഏത് രീതിയിൽ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം, ഏത് രീതിയിൽ അവർ പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇനി ആ ഒരു സ്റ്റഡി പ്ലാൻ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ രണ്ടുപേരല്ലേ ഇവിടെ വന്നത്, അവരോട് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ രണ്ടുപേരും മാത്രമല്ല, നാളെ കൃത്യം 7:30 നമ്മുടെ 6ാം ക്ലാസ്സിലെ ആനുവൽ എക്സാം എങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ട്, വെൽ ഡിഫൈൻഡ് ആയിട്ട്, വെൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം എന്നതിന് വേണ്ടിയുള്ളൊരു സ്റ്റഡി പ്ലാനുമായിട്ട് ഞങ്ങൾ എല്ലാവരും ലൈവിൽ വരുന്നുണ്ട്. അപ്പം ടൈം 7:30 ആണ്. എല്ലാവരും കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് പ്രയോറിറ്റി ഒക്കെ നോക്കിയിട്ട് നമുക്ക് ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇത്തവണത്തെ ആനുവൽ എക്സാം സൂപ്പറാക്കാം.